ഹായ്. അപ്പം ഇന്ന് ഒരു ട്രാവൽ വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അധികം ദൂരമൊന്നുമില്ല, മൈസൂർ വരെ പോയാൽ മതി. എൻ്റെ കസിനും ഹസ്ബൻഡും അവിടെ ഉണ്ട്. അപ്പോൾ ചുമ്മാ വീക്കെൻഡ് അല്ലേ, അവരൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വീടൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങുവാണേ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം സമയം എത്ര വെച്ചു? 3:15 ഞങ്ങൾ ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത്. അത്യാവശ്യം ക്ലൈമറ്റ് നല്ല ഡാർക്കാണ്. മഴ എന്തായാലും പോണ വഴിക്ക് പെയ്യുന്നു ഉറപ്പാണ്. വണ്ടിയിൽ കയറിയിരുന്ന എനിക്കും വിച്ചുവിനും എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് പോകുന്നൊരു കടയാണിത്. ഇവിടെ നല്ല ചൂട് പപ്സ് കിട്ടും. സാധാരണ ഡ്രൈവ് ചെയ്യണത് വിച്ചു തന്നെ കേട്ടോ, ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. അപ്പോൾ എന്തെങ്കിലും പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഞാൻ തന്നെയാണ് ഇറങ്ങിപ്പോയി എല്ലാം മേടിക്കാറ് കേട്ടോ. ഇന്ന് വളരെ റെയറായിട്ട് ഇതേ വിച്ചു ഞാൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ ഇറങ്ങി വന്നു. ഞാനിനി പപ്സും മാറി വേറെ എന്തെങ്കിലും മേടിക്കുകയാണോ എന്ന് ഡൗട്ട് തോന്നിയിട്ടാണോ എന്നറിയില്ല. വിച്ചു വന്നു, വിച്ചുവാണ് പപ്സ് വാങ്ങിച്ചത്. അങ്ങനെ പപ്സ് കിട്ടി. ഞങ്ങൾ പപ്സൊക്കെ കഴിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഞാനൊരു കാര്യം പറയട്ടെ, വിച്ചു അവരോട് പറഞ്ഞിട്ടുണ്ടോ? മറ്റേ നമ്മൾ എത്തുന്ന കാര്യം വിച്ചു അറിയിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ആ, എനിക്കറിയായിരുന്നു. അയ്യോ. അങ്ങനെ നമ്മളിപ്പോൾ എക്സ്പ്രസ് ഹൈവേയിൽ കയറി. ഇപ്പോൾ ഒരു 5:40 ആയിട്ടോ. അപ്പോൾ വിച്ചു എനിക്ക് കാണിച്ചു തരായിരുന്നു ഈ സൈഡിലുള്ള ഈ ഒരു ചുവന്ന പൂക്കളുള്ള മരം. ഞങ്ങള് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ഞങ്ങള് ഇപ്പൊ നൈസ് റോഡിൽ കയറുന്നേ ഉള്ളൂ. ജസ്റ്റ് കയറുന്നു. നൈസ് റോഡിൽ കയറുന്നുള്ളൂ. നല്ല ട്രാഫിക് ആയിരുന്നു ടൗണില്. 6:30 കാണിക്കണത്. വേഴ്സ്റ്റ് കേസ് 7 മണിക്ക് എത്തും. ഞാൻ JSS ഇട്ടേക്കണേ. ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. അപ്പോൾ ഇടയിൽ വിഷിബ്രോ വിളിച്ചതായിരുന്നു. നമ്മളെവിടെയാണ് എത്തിയെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം മൈസൂർ എത്തി. നല്ല മഴക്കാറാട്ടോ. പക്ഷേ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തു, ഭയങ്കര ഹെവി ആയിട്ട് പെയ്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നേരത്തെ എത്താൻ പറ്റിയത്. പക്ഷേ ഈ ഒരു റോഡ് ഞാൻ 3-4 തവണ ഇപ്പോൾ മുത്തവിടെ പഠിക്കുന്നതുകൊണ്ട് പോയിട്ടുണ്ട് മൈസൂർ. അപ്പോൾ എനിക്ക് ഈ ഒരു റോഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതേ നമ്മളെ പാലസിൻ്റെ ഫ്രണ്ട് സൈഡാണേത്. നമ്മളങ്ങനെ അവരെ വീട്ടിലെത്തിയിട്ടോ. ഇതാണ് ഇവന്റെയൊക്കെ കാര്യം. ഇവനൊന്നും നാച്ചുറൽ ആവാൻ പറ്റില്ല. അയ്യോ അശ്വതി, അയ്യോ പറഞ്ഞില്ലല്ലോ, സർപ്രൈസ് ആയല്ലോ. അങ്ങനെ മുത്തിൻ്റെയും വിഷിബ്രോൻ്റെയും വീട്ടിലേക്ക് ഞങ്ങൾ കയറുകയാണ് കേട്ടോ. ഞാനൊരു 1.5 മാസം മുന്നേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിച്ചു മീറ്റിങ്ങിനായിട്ട് ജർമ്മനി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1 വീക്ക് ബാംഗ്ലൂരിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായതുകൊണ്ട് ഞാനിവരെ വീട്ടിലായിരുന്നു വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിച്ചു പക്ഷേ ആദ്യമായിട്ട് വരിക കേട്ടോ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് കുറച്ച് ടയേർഡായിട്ടുണ്ട് കേട്ടോ. അതാ നല്ലത്. മുത്തിന് പേസ്ട്രീസൊക്കെ പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവൾക്ക് ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഡ്രീം കേക്ക് കൊണ്ടാണ് വന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാണ് അത്, നല്ല സോഫ്റ്റുമാണ്. എന്തായാലും ഇന്നിപ്പോൾ നല്ല ടയർഡായി. വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്.